ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പ്ലം കേക്ക് എന്തായാലും വീട്ടിലുണ്ടാക്കും, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കും, എന്തായാലും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മൾ പൊതുവേ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ സോക്ക് ചെയ്ത് വെച്ച് ഒരു 3-4 ദിവസം വെച്ചതിന് ശേഷമൊക്കെ ഉണ്ടാക്കുക. ഇവിടെ സോക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുമാണ്. നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കറുത്ത ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്ലം കേക്കിൽ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫ്രൂട്ടാണ് ഈ ഒരു കറുത്ത മുന്തിരി എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് സാധാ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറി എടുത്തിട്ടുണ്ട്, അതും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ അതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഓറഞ്ച് സെസ്റ്റ് ആണ്. അപ്പോൾ അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ആ ഉള്ളിലത്തെ വൈറ്റ് പോർഷൻ ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഡേറ്റ്സ് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നട്ട്സ്, പിസ്ത, ബദാം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇത്രേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാരയാണ്. അതിൽ 1/2 കപ്പ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പം ഇനി പഞ്ചസാരയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സാദാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാരമലൈസ് ആയി കിട്ടും, പക്ഷേ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്താലും ആ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിനും ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ആവും. ഇത് നമുക്ക് ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് പതകളും കൂടെ വന്നു കഴിയുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ വായി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഈ ഒരു കാരമൽ സിറപ്പിൻ്റെ കളറ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം 1 കപ്പ് മുഴുവനായിട്ട് ഒഴിക്കരുത്, ഇതുപോലെ കുറേശ്ശെ ആയിട്ടേ ഒഴിക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മേലേക്ക് തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുക്കായി വന്നോട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരും. അപ്പം നമ്മൾ വല്ലാണ്ട് കട്ടിയിൽ അങ്ങനെ ആക്കിയെടുക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട്. കാരണം ചൂടാറി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇത്രയും വെള്ളം ബാക്കി വെച്ചിട്ട് വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ടിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല ക്രീമി ആവുന്നത് വരെ ഒന്ന് വിസ്ക് വെച്ചൊന്ന് ഇളക്കണം. 1 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിക്കോളും. തൈരല്ലേ, പെട്ടെന്ന് തന്നെ നല്ല ക്രീമി ടെക്സ്ചറിൽ വന്നോളും. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാനിപ്പോൾ 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം മധുരമേ കാണുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിൽ പഞ്ചസാര എടുക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു പൊടിച്ച മിക്സും കൂടെ ചേർത്ത് ആ പഞ്ചസാരയും തൈരും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയുടെ തരികളൊക്കെ തന്നെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അപ്പോൾ 2 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റിഫൈൻഡ് ഓയിലാണ്. ഒരു 1/4 കപ്പ് അളവിലാണ് റിഫൈൻഡ് ഓയിൽ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഉരുക്കിയിട്ടുള്ള ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു തൈരും ഓയിലും അതുപോലെ തന്നെ പഞ്ചസാരയും ഒക്കെ തന്നെ നന്നായിട്ട് മിക്സായി നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരണം. അപ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ഇളക്കേണ്ടി വരുള്ളൂ എല്ലാം കൂടിയായിട്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തട്ടി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ വിസ്ക് വെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഒഴിക്കുമ്പോൾ ഉണ്ടാവാനായിട്ട്. വല്ലാണ്ട് തിക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേക്കിന് ആ ഒരു ടെക്സ്ചറേ മാറിപ്പോവും. അത് മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് കൂടി കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർക്കണം. അപ്പോൾ ഒരു 6-7 കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മൈദയിലേക്കിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് എല്ലാം താഴത്തേക്ക് താന്നു പോവും. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു കാരമൽ മിക്സ് വല്ലാണ്ട് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോ മറ്റേ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മെയിൻ പ്രശ്നം എന്താ വരിക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പം ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ അടിയത്തെ ലെയറിൽ പോയിട്ട് സെറ്റായി കിടക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് തിക്കായും പോകരുത്, ഒരുപാട് ലൂസായും പോകരുത്. അപ്പോൾ ബാറ്റർ മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എയർ ഹോൾസ് എങ്ങാനും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കോല് വെച്ചിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യാം. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം പോയിക്കോളും. നമ്മൾ നന്നായി ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ എയർ ബബിൾസ് ഒക്കെ തന്നെ കയറിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലൊന്ന് അവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ പ്ലംസ് ഒരു 4-5 എണ്ണം അവിടെ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവൻ സെറ്റപ്പാണിത്. ഒരു പാനിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചൂടാക്കിയിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു ടിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 45 തൊട്ടിട്ട് ഒരു 50 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യാം. പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ബേക്ക് ആവാനുള്ള ടൈം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക, ഒന്ന് കുത്തി നോക്കിയിട്ട് കുക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വീണ്ടും വെക്കുക. ഞാനിപ്പോൾ എന്തായാലും 50 മിനിറ്റ് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഒട്ടും തന്നെ നമ്മൾ കുത്തി നോക്കുമ്പോൾ ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു കേക്ക് നമ്മൾ പാനിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ ചിലപ്പോൾ പറ്റി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ തന്നെ അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് തന്നെ അധികം ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എന്നിരുന്നാലും ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് സൈഡ് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് കമഴ്ത്തിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ട് നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രമാത്രം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. കാരണം ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറും കളറും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്കിൻ്റെ അതേ ഒരു പോലെ തന്നെയാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് പോയി നിൽക്കുന്നത്. അല്ലാണ്ട് എല്ലാം കൂടെ ഒരു സൈഡിൽ പോയി അടിഞ്ഞുകൂടെ ഒന്നുമില്ല. കണ്ട ഇടയിലായിട്ട് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. അതുപോലെ തന്നെ നല്ല കറക്റ്റ് ടെക്സ്ചറാണ്. നമ്മൾ നോർമൽ കേക്ക് മാതിരി നല്ല സ്പോഞ്ചി ടെക്സ്ചർ അല്ല, ഒരല്പം ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണല്ലോ പ്ലം കേക്കിന് ഉണ്ടാവുക. അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പ്ലം കേക്ക്. നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കുന്നതിനേക്കാളും തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും കേട്ടോ. അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ദിവസമൊക്കെ ഇരിക്കുമ്പം ഒന്നുകൊണ്ടൊന്ന് ടേസ്റ്റ് കൂടി വരും. അപ്പോൾ എന്തായാലും ഈ ക്രിസ്തുമസിന് ഇതുപോലെ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കുക. അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം. എല്ലാവർക്കും ബൈ.